ദേ ഇത് രാധികയ്ക്ക്. രണ്ടുപേർക്കുള്ള ഓണക്കോടിയാ. ഞങ്ങള് മാത്രമല്ല, മണിക്കുട്ടിയും രാധികയും വരുന്നുണ്ട് റിസോർട്ടിലെ ഓണാഘോഷത്തിൽ. എന്താ സന്തോഷായോ? എന്താ കാവ്യ ഇത്? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? എന്താമേ? അങ്ങോട്ടൊക്കെ ഇവരെയും കൊണ്ട് പോയാ എല്ലാവരും കുടുംബാംഗങ്ങളുമായിട്ടാണ് വരുന്നത്. രാധികയും മണിക്കുട്ടിയും കുടുംബാംഗങ്ങൾ തന്നെയമ്മേ. അങ്ങനെ പറഞ്ഞാ പ്രശ്നം തീർന്നല്ലോ. ഇതെന്താ രണ്ടുപേരും കൂടി ഇവിടെ വന്നിക്കുന്നേ? ഓ, ഞങ്ങളുടെ മൂഡ് ഫുള്ള് പോയി നീരജാൻറ്റി. തെളിച്ച് പറ കാര്യം എന്താന്ന്. ഹോ, കൂടുതൽ എന്തു പറയാനാ? നമ്മുടെ കൂടെ ആ രാധികയും മണിക്കുട്ടിയും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്തൊരു കഷ്ടമായത്. ജോലിക്കാരിയെ വീട്ടിൽ ഇരുത്തിയ പോരെ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? വെറുതെ നാണക്കേട്. മുത്തശ്ശി, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്, അവളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. ഒരു വഴിയുണ്ട് മോളെ. മോള് പോയി മുത്തശ്ശിയുടെ മുറിയിൽ മെഡിസിൻ ബോക്സ് എടുത്തോണ്ട് വാ. പോ. എന്താ അമ്മയുടെ പ്ലാൻ? മുത്തശ്ശി, ഈ ഗുളിക തൽക്കാലം ഇതു മതി അവളെ ഒതുക്കാൻ. അതെങ്ങനെ? നിനക്കൊപ്പം എല്ലാ ദിവസവും രാത്രി മണിക്കുട്ടിക്കും ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് കാവ്യ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ രാധികയെ? ഈ ഗുളിക ആ പാലിൽ കലക്കി രാത്രി തന്നെ മണിക്കുട്ടിക്ക് കൊടുക്കണം. അല്ല, അതുകൊണ്ടെന്താ കാര്യം? രാവിലെ അവളുടെ വയറ് ചീത്തയാവും. അതുകൊള്ളാം മുത്തശ്ശി. മണിക്കുട്ടിക്ക് സുഖമില്ലാതായ പിന്നെ രാധികയും വരില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇതെന്താ ഭയങ്കര ഗൂഢാലോചനയൊക്കെ? ആലോചിക്കാതെ പറ്റില്ലല്ലോ. നാളത്തെ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഓ, റിസോർട്ടിലെ ഓണാഘോഷല്ലേ? അത് തന്നെ. ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ രാധികയും മണിക്കുട്ടിയും കൊണ്ടുപോകാനാ തീരുമാനം. ഓ, അത് പൊളിക്കാൻ നല്ലൊരു വഴി അമ്മ കണ്ടെത്തിയിട്ടുണ്ട്. എന്താന്നറിയോ? എന്റെ പൊന്നോ, എനിക്ക് കേൾക്കണമെന്നില്ല. ഇതും കൂടി കൂട്ടി എത്രാമത്തെ വഴിയാ അമ്മ അവരെ പുറത്തിയാടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് ഒന്ന് കുളിക്കണം. തുറക്കുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്യോ ചെയ്യാണ്ടിക്കോ എന്തെങ്കിലും ചെയ്യും. രാധിക, എന്തെടുക്കുവടി? നിനക്ക് കിടക്കാറായില്ലേ ഇതുവരെ? കുട്ടികൾക്കുള്ള പാല് തിളപ്പിക്കായിരുന്നു. ആ മുത്തശ്ശി, എനിക്ക് വെറും പാല് പോരാ, കക്കാോ ബ്രൗണി ചോക്ലേറ്റ് മിൽക്ക് മതി. എന്താ ഉണ്ടാക്കി കൊടുക്കുവോ നീ? അത് എന്താന്ന് എനിക്കറിയില്ല. ഓ, പറഞ്ഞു തന്നെ ഉണ്ടാക്കാം. അറിയാത്തവരുണ്ടാക്കി എന്തിനു കൊള്ളാം. മുത്തശ്ശി, എനിക്കത് വേണം. കൊക്കോ ബ്രൗണി ചോക്ലേറ്റ് ഡ്രിങ്ക് അല്ലേ, ഞാൻ ഉണ്ടാക്കി തരാം. ഒരു കാര്യം ചെയ്യ രാധിക, നീ വേണമെങ്കിൽ പോയി കിടന്നോ. മുത്തിന് വേണ്ടത് ഞാൻ ഉണ്ടാക്കിക്കോളാം. അത് പോകാനല്ലേ പറഞ്ഞത്? പിന്നെ നിന്റെ മോളോട് വന്ന് പാല് കുടിച്ചിട്ട് പൊയ്ക്കോളാൻ പറ. അത് സാരമില്ല. സാരമുണ്ട്. അവള് കുടിച്ചില്ലെങ്കിൽ കാവ്യ എന്നോടായിരിക്കും ദേഷ്യപ്പെടുക. നീ പറഞ്ഞു വിട്ടേക്ക്. ശരി. ഇത് മോൾക്ക്. മണിക്കുട്ടി, എടി മണിക്കുട്ടി. എന്താ മുത്തശ്ശി? പാല് കുടിക്കാനാ വിളിച്ചത്. വന്നെടുത്ത് കുടിച്ചിട്ട് പോ. എന്തടി കുടിക്കുന്നില്ലേ? ഇപ്പൊ ഭയങ്കര
ചൂടല്ലേ? ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയി തണുപ്പിച്ചിട്ട് കുടിച്ചോളാം. അത് വേണ്ട, ഇപ്പൊ തന്നെ കുടിച്ചോ. ഒരു ചൂടുമില്ല, ഞാൻ കുടിച്ചു കാണിക്കാലോ. ആ, അയ്യോ മുത്തശ്ശി, അയ്യോ. അയ്യോ, സാരമില്ല മോളെ, സാരമില്ല. ഞാൻ പറഞ്ഞതല്ലേ മുത്തേ ചൂടാന്ന്. മോളെ, എന്തായാലും അവളെ പാല് കുടിക്കുമല്ലോ. നാളെ വയറുവേദന എടുത്തിട്ട് എങ്ങോട്ടും പോകാൻ വയ്യാതെ ബാത്റൂമിൽ തന്നെ കിടക്കുന്ന മണിക്കുട്ടിയെ കാണാം. ആഹാ, ആഹാ. എങ്ങനെയുണ്ട് അച്ഛാ എന്റെ ഡ്രസ്? സൂപ്പറായിട്ടുണ്ട്. വെറുതെ വർത്തമാനം പറഞ്ഞു നിന്ന് സമയം കളയാതെ വേഗം പോകാനുള്ള കാര്യങ്ങൾ നോക്ക് കാവ്യേ. അമ്മയ്ക്ക് എന്താ ഇത്ര തിരക്ക്? എല്ലാവരും സന്തോഷത്തോടെ വർത്താനം പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കെന്തിനാ ഇഷ്ടക്കേട്? ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വേഗം പോകണം, അത്രേ ഉള്ളൂ. അതെങ്ങനെയമ്മേ? നമ്മൾ മാത്രം പോയാൽ മതിയോ? എല്ലാരും ഇറങ്ങണ്ടേ? അല്ല, രാധികയും മണിക്കുട്ടിയും കാണുന്നില്ലല്ലോ. ആഹാ, എത്തിയല്ലോ. എന്താ ഇവക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി, മരുന്ന് മാറി. പതുക്കെ? ഇതെന്താ മുത്തശ്ശിയും മോളും കൂടി ഒരു രഹസ്യം പറിച്ചില്ല? അല്ല, ഭരത്തും നീരജയും കൂടി വന്ന് പോകാലോ എന്ന് പറഞ്ഞതാ. ആ, ഞാൻ നോക്കട്ടെ. വരുന്ന ചേച്ചി. ദേ നീരജാന്റി വന്നു. ആ, ഭരത് എവിടെ? അവന് വരാൻ പറ. ഭരത്തിന് വരാൻ പറ്റില്ലെന്നാ പറയുന്നത്. അതെന്താ? വയറിന് നല്ല സുഖമില്ല. കൃഷ്ണ വന്നേ, നമുക്ക് നോക്കാം. മണിക്കുട്ടി, സത്യം പറയടി, എന്താ നീ ചെയ്തേ? എന്താ മുത്തശ്ശി? ഇന്നലെ രാത്രി ഞാൻ നിനക്ക് തിളപ്പിച്ചെന്ന പാല് നീ എന്ത് ചെയ്തു? നീ കുടിച്ചില്ലേ അത്? ഇല്ല. പിന്നെ എന്ത് ചെയ്തു?